വെൽക്കം ബാക്ക്. ദൂരത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഓക്കെ, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അടുത്ത അവിടെ പോയിട്ട് കാണാം. അവിടെ പോയിട്ട് ട്രെയിനിൽ വെച്ച് കാണാം. അതെ ഗൈസ്, ഇനി ട്രെയിൻ വന്നിട്ട് കാണാം നമുക്ക്. തിരുവനന്തപുരം ടു മലപ്പുറം ഗൈസ്. ഗൈസ് വെൽക്കം ബാക്ക്. ലിജിഷ വിജയൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ പുതിയൊരു വ്ളോഗാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് സെക്കൻഡ് വ്ളോഗാണ്. ഓക്കെ, ഗൈസ് എല്ലാവർക്കും വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ലിജിഷയുടെ വീട്ടിലോട്ടാണ് ട്രിപ്പ്. ഇന്നെന്റെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ബാക്കി നമുക്ക് വീഡിയോസ് പിന്നെ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് പോകുന്ന വീഡിയോ പിന്നെ കാണാം ഗൈസ്. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറയെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഹൈവേ വഴിയാണ് പോകണം. ഓക്കെ, നമ്മൾ NH വഴി, നമ്മൾ NHൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്ത് പോകുന്നുണ്ട്. കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ സൈഡ് വഴി നിങ്ങൾക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ട്രെയിനിൽ മലപ്പുറത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇപ്പം എന്തായാലും സന്ധ്യ ആയിട്ടുണ്ട്. പിന്നെ ഈ റോഡിന്റെ സൈഡിലായിട്ട് പിന്നെ ബൾബ് കണ്ടോ കത്തിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. നല്ല രസമുണ്ട് അത് കാണാനും. അപ്പോൾ ഗൈസ് നമുക്ക് ആ ലൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളാണ് ആയിട്ടുള്ളത്. സാധാ ലൈറ്റാണ് ഗൈസ്. ക്യാമറയുടെ എന്തോ വിഷയമാണ്. ക്യാമറയിൽ ഇത് വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വെച്ച് ക്യാമറ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത എന്തായാലും റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഓക്കെ, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഗൈസ്, തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ മലപ്പുറത്തോട്ട് പോവുകയാണ്. തിരുവനന്തപുരം ടു മലപ്പുറം. രാജാറാണി ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്, ഇനി വരുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേഷനിലോട്ട് പോവാം. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ 5 മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പം വളരെയധികം സന്തോഷമാണ് കേസ്. എനിക്ക് എന്താ പറയുക, നീ പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നാൽ നമ്മൾ പുറപ്പെടുമല്ലോ അവിടുന്ന്. അടുത്ത അവിടെ പോയിട്ട് കാണാം. അവിടെ പോയിട്ട് ട്രെയിനിൽ വെച്ച് കാണാം. അതെ ഗൈസ്, ഇനി ട്രെയിൻ വന്നിട്ട് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ പറയാനായിട്ട് ചെറിയൊരു മടി ഗൈസ്. നല്ലൊരു സൗണ്ടും ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സീറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അപ്പർ ബർത്താണ് കിട്ടിയത്. ഓക്കെ, 2 അപ്പർ ഗൈസ്. ഒന്ന് ഇവിടുത്തെ അപ്പർ, ഒന്ന് അപ്പുറത്തെ അപ്പർ. ഓക്കെ, 2 സൈഡിലായിട്ട് അപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോ എടുത്തില്ല. എന്താ പറഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചമ്മലുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഡിസ്റ്റർബ് ആവും. അങ്ങനെ നമ്മൾ രാവിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിനുശേഷം നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വീട്ടിലോട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല. നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. അരമണിക്കൂറല്ല, 1 മണിക്കൂറെങ്കിലും എടുക്കും. കുറച്ച് ദൂരമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഒന്നാമത് ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഉറക്കമൊക്കെ വന്ന് തൂങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓട്ടോറിക്ഷയിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ ഫുൾ കോട മഞ്ഞാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് തോന്നുന്നു. വ്യൂ അങ്ങനെ ഉണ്ട് ഗൈസ്. വ്യൂ വിഷയല്ലേ. ഹലോ ഗേസ്, അപ്പം നമ്മൾ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിപ്പം കാണിച്ചു കൊടുക്കും, കോടയൊക്കെ കാണിച്ചു കൊടുക്കുമോ? അപ്പം അങ്ങനെ
നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ ഗൈസ് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ തീർന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ടു മലപ്പുറം ഗൈസ്. ആ വ്ളോഗ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. സോ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.